Good morning, my dear students. Welcome to Sapphire Future Academy Board Booster Classes. നമ്മൾ മാത്സിന്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. മെട്രിസസ് എന്ന് പറയുന്നത് നമ്മുടെ +2 ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. അതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ മെട്രിക്സിനകത്ത് പറഞ്ഞത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് മെട്രിക്സിന്റെ കൺസ്ട്രക്ഷൻ ആണ്. തന്നിരിക്കുന്ന ഒരു മെട്രിക്സിന്റെ ഓർഡർ, ഫോർ എക്സാമ്പിൾ 2/3 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ 2/3 ഓർഡർ എന്ന് പറയുമ്പോൾ അതിന് 2 rows വിത്ത് 3 columns ഉണ്ടാവും. ആ മെട്രിക്സിലെ എലമെന്റ്സുകളെ നമ്മൾ AIJ എന്ന് ഡിനോട്ട് ചെയ്യും. അവിടെ നമുക്കൊരു ആ AIJയുടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു മെട്രിക്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പറഞ്ഞു. അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ മെട്രിക്സ് അഡീഷൻ ഉണ്ട്. അത് നമ്മളിനി പറയാൻ പോകുന്നതുള്ളൂ. അപ്പൊ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാനായിട്ടും മൈനസ് ചെയ്യാനായിട്ടും എന്ത് ചെയ്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ A+B ആൻസർ കിട്ടും. കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് A-B ആൻസർ കിട്ടും. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ ആ മെട്രിക്സിലെ ഈച്ച് ആൻഡ് എവരി എലമെന്റിനെ നമ്മൾ ആ ഒരു കോൺസ്റ്റന്റ് K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും കിട്ടും. ഇനി നമ്മൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ അടുത്ത ടോപ്പിക് പറയാൻ പോകുന്നു എന്ന് പറയുന്നത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ. എന്താണ് ഒരു മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് 1 2 3 4. ഈ എയുടെ ഓർഡർ എത്രയാ വരുന്നത് നോക്കാം. 2 റോയും 2 കോളവും. അപ്പോൾ ഇതിന്റെ ഓർഡർ എത്രയാണ്? 2/2. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്താൽ എയും ബിയും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ എയുടെ നമ്പർ ഓഫ് കോളവും ബിയുടെ നമ്പർ ഓഫ് റോയും സെയിം ആണെങ്കിൽ മാത്രമാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ഇത് 1 2 3 4 5 0 എന്നെടുത്താൽ ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ് വന്നിരിക്കുന്നത്? 2 റോയും 3 കോളവും. അപ്പോൾ ഈ മെട്രിക്സ് എന്താണ്? വിച്ച് ആർ കംഫർട്ടബിൾ ഫോർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. That is, if any two matrices which are comfortable for matrix multiplication, number of column of the first matrix is equal to number of rows of the second matrix. In general, if A is a matrix of order m/p and B is a matrix of order p/n, then we can easily multiply A into B and the order of A into B is m/n. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ റൂൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ അഡീഷനിൽ നമ്മൾ ഇങ്ങനെയല്ല പറഞ്ഞത്. അഡീഷനിൽ എങ്ങനെയാ പറഞ്ഞത്? അഡീഷൻ പോസിബിൾ ആവണമെങ്കിൽ ആ രണ്ട് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ 2/2 മെട്രിക്സിന്റെ ആരുടെ കൂടെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? 2/2 മെട്രിക്സിന്റെ കൂടെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ല. ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളവും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് A into B. ഇനി എങ്ങനെയാ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്? AB ഈക്വൽ ടു ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം. A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം 1 into 1 പ്ലസ് ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം 2 into 4 8. 1 into 1 ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം. ദെൻ അതേ റോ തന്നെ അടുത്ത കോളം 1 into 2 പ്ലസ് 2 into 5. അതേ റോ വിത്ത് അടുത്ത കോളം 1 into 3 പ്ലസ് 2 into 0. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് റോയിലോട്ട് വരണം. എങ്ങനെയാ സെക്കൻഡ് റോ വരുന്നത്? 3 into 1 പ്ലസ് 4 into 4. സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം 3 into 2 പ്ലസ് 4 into 5. അടുത്ത 3 into 3 പ്ലസ് 4 into 0. ഇത് നമ്മൾ ആഡ് ചെയ്ത് എഴുതാം. അപ്പൊ എത്രയായിരിക്കും ആൻസർ വരുന്നതെന്ന് പറഞ്ഞ്? അപ്പോൾ 8 + 1 ഇവിടെ ഒരു 9 വന്നു. അടുത്തത് 12 3 19 26 9. ഈ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ് വന്നിരിക്കുന്നത്? 2 rows with 3 columns. So the order of this matrix is 2/3. So A is a matrix of order 2/2 and B is a matrix of order 2/3. Then A into B is of order 2/3. ഇതാണ് ഞാനിവിടെ ജനറൽ കണ്ടീഷൻ ആയിട്ട് പറഞ്ഞത്. A എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഓർഡർ m/p യും
ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഓർഡർ p/n ആണെങ്കിൽ അങ്ങനെ വന്നാൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. ഈ രണ്ട് നമ്പറുകളും സെയിം ആയിരിക്കണം. അപ്പൊ a ഇൻറ്റു ബിയുടെ ആൻസർ എത്രയായിരിക്കും വരിക? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് m/n ആയിരിക്കും a ഇൻറ്റു ബിയുടെ ഓർഡർ വരിക. ഓക്കെ, അപ്പൊ ഇതേ മെട്രിക്സിനെ നമ്മളൊന്ന് തിരിച്ചിട്ടാലോ? അതായത് ബി ഇൻറ്റു എ ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ എക്സാമ്പിളിൽ ബിയുടെ ഓർഡർ എത്രയാണ് വന്നിരിക്കുന്നത്? 2/3. എയുടെ ഓർഡർ എത്രയാണ് വന്നിരിക്കുന്നത്? 2/2. അപ്പോൾ ഈ എലമെന്റുകൾ സെയിം അല്ലാത്തത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നമുക്ക് a ഇൻറ്റു ബി ചെയ്യാൻ പറ്റി, പക്ഷെ തിരിച്ച് എന്ത് പറ്റത്തില്ല? b ഇൻറ്റു എ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ചില കേസിൽ നമ്മൾ a ഇൻറ്റു ബി ചെയ്യും, b ഇൻറ്റു എ ചെയ്താൽ കൂടെ അതെന്താവണമെന്നില്ല, ഈക്വൽ ആയിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആവില്ല ഇൻ ജനറൽ. ദാറ്റ് മീൻസ് ab ഈസ് നോട്ട് ഈക്വൽ ടു ba. അത് ജനറൽ ആയിട്ട് നമുക്ക് അത് രണ്ടും എന്താണെന്ന് പറയാൻ പറ്റില്ല, ഈക്വൽ ആണെന്ന് പറയാൻ പറ്റില്ല. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ith റോയിലെ എലമെന്റ് jth കോളത്തിലെ കറസ്പോണ്ടിങ് എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എന്തായിട്ട് കൊടുക്കുക? നമ്മൾ ആ aij എന്ന് പറയുന്ന എലമെന്റ് ആയിട്ട് കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പല പ്രോബ്ലംസുകൾ മുമ്പോട്ട് ചെയ്യുമ്പോഴും എല്ലാം ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇവിടെ നമുക്ക് a എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്തായിരുന്നു? a ഈസ് ഈക്വൽ ടു 1 - 2 3 - 4 2 5 ആൻഡ് b ഈസ് ഈക്വൽ ടു 2 3 4 5 2 1. എങ്ങനെയാണ് നമ്മൾ a ഇൻറ്റു ബി മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്? a ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കാം എയുടെ ഓർഡർ എത്രയാണ്? 2 rows വിത്ത് 3 columns. അപ്പൊ എയുടെ ഓർഡർ 2/3. ഇവിടെ 3 rows വിത്ത് 2 columns. അപ്പോൾ ഓർഡർ 3/2. ഈ രണ്ട് എലമെന്റുകൾ സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം a ഇൻറ്റു ബി മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത, തിരിച്ചിട്ട് കൊടുത്താൽ b എത്ര വരും? ഓർഡർ 3/2. എയുടെ ഓർഡർ എത്രയാ വരിക? 2/3. അപ്പോൾ ഈ രണ്ട് നമ്പറുകൾ സെയിം ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അല്ല, ഇവിടെ ഏതും പോസിബിൾ ആണ്. നമുക്ക് b ഇൻറ്റു എയും പോസിബിൾ ആണ്. പക്ഷെ ഒരു കാര്യം ഇതേ ഉള്ളൂ, a ഇൻറ്റു ബി ചെയ്യുമ്പോൾ ആ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എത്രയായിരിക്കും വരിക? നമുക്ക് 2/2. a ഇൻറ്റു ബിയുടെ ആൻസർ വരുന്നത് 2/2 ആണ്. എന്നാൽ b ഇൻറ്റു എയുടെ ആൻസർ വരുന്നത് ഏത് ഓർഡറിലായിരിക്കും വരിക? 3/3 ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, a ഇൻറ്റു ബിയും b ഇൻറ്റു എയും എന്താകുന്നില്ല, അവിടെ ഈക്വൽ ആകുന്നില്ല എന്ന് മനസ്സിലാവും. അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് ഈസ് ab നോട്ട് ഈക്വൽ ടു ba. എന്നാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. അതായത് ab ഇൻറ്റു c ഈക്വൽ ടു a ഇൻറ്റു ബി സി. ഈ കണ്ടീഷൻ ട്രൂ ആവും. അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്, പക്ഷെ ഏത് പ്രോപ്പർട്ടി വരില്ല? നമുക്ക് അവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വരില്ല. അവിടെ നമ്മൾ വേറെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഈ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഈ ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം ചെയ്യുന്നു. എങ്ങനെയാ? 1 ഇൻറ്റു 2 പ്ലസ് -2 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 2. ആ ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് ഈ a ഇൻറ്റു ബിയുടെ ഫസ്റ്റ് എലിമെന്റ് കിട്ടും. അതേ റോ തന്നെ സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ a ഇൻറ്റു ബിയുടെ സെക്കൻഡ് എലിമെന്റ് കിട്ടും. സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം. അങ്ങനെ ടോട്ടൽ എത്ര എലിമെന്റ്സ് അവിടെ ആകെ വരുന്നുള്ളൂ? നമുക്ക് only 4 elements. That means this matrix is of order 2/2 എന്ന് വരും. എന്നാൽ നേരെ തിരിച്ച് b ഇൻറ്റു എ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഫസ്റ്റ് റോ വിത്ത് ഈ കോളം, അതേ ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ വിത്ത് തേർഡ് കോളം. അപ്പൊ എത്ര എലിമെന്റ് വരുന്നുണ്ട്? 3/3 ഓർഡർ വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഓൾജിബ്രയിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. സാധാരണ ഓൾജിബ്രയിൽ നമുക്കറിയാം what is a plus b the whole square. a plus b the whole square is equal to a square plus 2ab plus b square. ഇതാണ് നമ്മൾ സാധാരണ പറയുന്നത്. പക്ഷേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഇത് ഈക്വൽ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം a പ്ലസ് ബി ഇൻറ്റു a പ്ലസ് ബി ആണല്ലോ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്.
അപ്പൊ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി സാധാരണ ഓൾജിബ്രൈക് മൾട്ടിപ്ലിക്കേഷൻ അനുസരിച്ച് എങ്ങനെയാ വരിക? ഇവിടെ എ ഇൻറ്റു എ സ്ക്വയർ, എ ഇൻറ്റു ബി എ ബി, ബി ഇൻറ്റു എ ബി എ പ്ലസ് ബി സ്ക്വയർ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ആൻസർ. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ. സാധാരണ ഒരു ഓൾജിബ്രയില് ഈ എ ബിയും ബി എയും ഈക്വൽ ആണ്. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാലും വൈ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാലും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് കണ്ടീഷൻ കൊടുക്കുന്നത്? അവിടെ 2ab എന്ന് കൊടുക്കുന്നത്. അത് ഓൾജിബ്രയിൽ ട്രൂ ആണ്. പക്ഷെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നൊരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആവണമെന്നില്ല. ഇനി അങ്ങനെ ആകണമെങ്കിൽ ഏത് കണ്ടീഷൻ ഉണ്ടായിരിക്കണം? നമുക്ക് അവിടെ എ ബിയും ബി എയും ഈക്വൽ ആണ് എന്ന ഒരു അഡീഷണൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഈ പറയുന്ന എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ മറ്റൊരു കണ്ടീഷൻ, ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. വേറൊരു കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത് നമ്മൾ ഓൾജിബ്രയിൽ കണ്ടീഷൻ പറയുന്ന അല്ലെ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. പക്ഷെ അതും ഇവിടെ ട്രൂ ആവില്ല. എന്തുകൊണ്ടാ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? എ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ എന്ന് വരും. ഈ എ ബിയും ബി എയും സാധാരണ കേസിൽ ട്രൂ ആകുന്നത് കൊണ്ട് ഇതൊന്ന് പ്ലസും ഒന്ന് മൈനസും ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, കാരണം എ ബിയും ബി എയും ഈക്വൽ അല്ല. അതുകൊണ്ട് മെട്രിക്സിന്റെ കേസിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആവണമെന്നില്ല. പിന്നെ എന്താണ്? എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി എ മൈനസ് ബി സ്ക്വയർ ആണ്. ഇപ്പൊ ഈ പറയുന്ന രണ്ട് കണ്ടീഷനും, മെട്രിക്സിൽ പറഞ്ഞ ഈ രണ്ട് കണ്ടീഷനും നമ്മുടെ ഓൾജിബ്രൈക് എക്സ്പ്രഷനുമായിട്ട് ഈക്വൽ ആവണമെങ്കിൽ ഒറ്റ കേസ് ശരിയായ മതി. ഏത് മാത്രമാണ്? എ ബി ഈസ് ഈക്വൽ ടു ബി എ ആയാൽ മാത്രമാണ് ഈ രണ്ട് ഓൾജിബ്രൈക് കണ്ടീഷൻ നമുക്ക് മെട്രിക്സിന്റെ കേസിൽ ട്രൂ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എയും ബി എന്നിട്ട് ഒരു വേരിഫിക്കേഷൻ ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഓർ നോട്ട് ഈക്വൽ ടു, വെരിഫൈ ദാറ്റ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് ഈക്വൽ ആണെന്ന് കിട്ടണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് തെറ്റിപ്പോകുന്നതല്ല, അത് ഈക്വൽ അല്ല എന്നാണ് കിട്ടുള്ളൂ. വളരെ റെയർ കേസിൽ മാത്രമാണ് നമുക്ക് അത് ട്രൂ ആവുന്നത്. അത് ട്രൂ ആവണമെങ്കിൽ എ ബി ഈക്വൽ ടു എന്തായിരിക്കണം? ബി എ ആയിരിക്കണം. അപ്പൊ ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും സിയും നേരത്തെ ഞാൻ പറഞ്ഞ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കുറച്ച് സമയമെടുത്ത് നിങ്ങൾ ചെയ്തു നോക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല. പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, എ ഇൻറ്റു ബി സിയും എ ബി ഇൻറ്റു സിയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാ അതിന്റെ സ്റ്റെപ്പ്? ആദ്യം നമ്മൾ ബ്രാക്കറ്റ് കിടക്കുന്ന ടേം ആണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഏത് ടേം കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മൾ എ ഇൻറ്റു ബി ചെയ്യുന്നു. ആ കിട്ടിയ ആൻസർ എ ഇൻറ്റു ബിയുടെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം? സി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ബി സി മൾട്ടിപ്ലൈ ചെയ്തു, ബി സി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കൂടെ എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ മൾട്ടിപ്ലിക്കേഷനിൽ എ ആദ്യം എഴുതാൻ മറക്കരുത്. കാരണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഏത് ഓർഡറിലാണോ മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത് അതേ ഓർഡറിൽ എഴുതിയില്ലെങ്കിൽ ആൻസർ ഈക്വൽ ആവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ കേസിൽ നമ്മൾ എ ഇൻറ്റു ബി സി കിടക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ബി സി കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സി കഴിഞ്ഞിട്ട് എ എഴുതരുത്. എ എവിടെ കൊടുക്കുക? നമ്മൾ ആദ്യം കൊടുക്കുക എ ഇൻറ്റു ബി സി എന്ന് കൊടുക്കുക. അപ്പോൾ ഈ കണ്ടീഷൻ ഓൾവേസ് ട്രൂ ആവുന്ന ഒരു ഐഡന്റിറ്റിയാണ്. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷെ നിങ്ങൾ അത് ചെയ്തു വരുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്ലസോ മൈനസോ വ്യത്യാസം വന്നാൽ ഈ ആൻസർ ഈക്വൽ അല്ലാതായി പോകും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ അസോസിയേറ്റീവ് കണ്ടീഷൻ ഉറപ്പായിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അത് ഈക്വൽ അല്ല എന്ന് കിട്ടിയാൽ നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അത് റീചെക്ക് ചെയ്യുക, ഈക്വൽ ആണെന്നേ കിട്ടുള്ളൂ. എന്നാൽ എ ബി ഈക്വൽ ടു ബി എ വരുന്ന കേസിൽ എപ്പോഴും അത് ഈക്വൽ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ദായി കിടക്കുന്നത്. എഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. എന്താണ് ഈ എഫ് എക്സ് എന്ന് പറയുന്നത്?
cos x minus sin x 0, sin x cos x 0, 0, 0, 1. ഇവിടെ x മാറ്റി y ആക്കിയാൽ ഇത് f of y ആവും. എന്നിട്ട് അത് രണ്ടും കൂടെ എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് കണ്ടീഷൻ. അപ്പോൾ f of x into f of y എന്തായിരുന്നു f of x കിടക്കുന്നത്? cos x minus sin x 0, sin x cos x 0, 0, 0, 1. ഇതിനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? f of y. അപ്പൊ x മാറ്റി ജസ്റ്റ് y ആക്കി കൊടുക്കാം. cos y minus sin y 0, sin y cos y 0, 0, 0, 1. According to the multiplication rule, first row with the first column multiply ചെയ്യാം. എങ്ങനെ വന്നു? cos x into cos y minus sin x into sin y, cos x cos y plus minus sin x sin y plus 0. അതേ റോ തന്നെ അടുത്ത കോളം എടുക്കുമ്പോൾ മൈനസ് cos x sin y minus sin x cos y plus 0. ഫസ്റ്റ് റോ തന്നെ ലാസ്റ്റ് കോളം എടുക്കുമ്പോൾ cos x into 0, 0, minus sin x into 0, 0 into 1. അപ്പൊ ആ ടൈം എല്ലാം എന്തായിട്ട് പോയി? 0 ആയി. ഇതുപോലെ സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം എത്ര വന്നു? sin x cos y plus cos x sin y, sin x cos y plus cos x sin y, പിന്നെ അടുത്ത ടൈം 0 ആയി. സെക്കൻഡ് റോ തന്നെ സെക്കൻഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? മൈനസ് sin x sin y പ്ലസ് cos x cos y പ്ലസ് 0. അതേ റോ തന്നെ ലാസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലാസ്റ്റ് കോളം ആൻസർ 0 ആയി. ഇനി ലാസ്റ്റ് റോയിലോട്ട് വരാം. ലാസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം 0 into cos y, 0 into sin y, 1 into 0. എല്ലാ ടൈമും 0 ആയി. 0 into minus sin y, 0 into cos y, 1 into 0. അതും എല്ലാ ടൈമും 0 ആയി. അടുത്ത 0 into 0 plus 0 into 0 plus 1 into 1. അപ്പോൾ ഈ ലാസ്റ്റ് ടൈം 1 ആയി. സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമ്മൾ ഈ ഇക്വേഷൻ cos x cos y minus sin x sin y ഓർക്കുന്നുണ്ടോ? +1 ട്രിഗ്നോമെട്രിക്കകത്ത് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. cos x cos y minus sin x sin y എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഇക്വേഷൻ ആണ്? cos x plus y. ഇവിടെ നമ്മൾ ഒരു മൈനസ് ഔട്ട്സൈഡിൽ എടുത്താൽ, ഇവിടെ രണ്ട് ടൈമിൽ മൈനസ് ഉണ്ട്. മൈനസ് ഔട്ട്സൈഡിൽ എടുത്താൽ അത് എന്താവും? sin x cos y plus cos x sin y, that is sin x plus y. തേർഡ് ടൈം 0. അടുത്തത് sin x cos y plus cos x sin y, അതായത് sin x plus y. ഇവിടെ ഒരു ടൈമിലെ മൈനസ് ഉള്ളൂ. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ടൈം ആദ്യം വായിച്ചേ. അപ്പൊ എങ്ങനെ വന്നു? cos x cos y minus sin x sin y. So it is cos x plus y 0, 0, 0, 1. ഇങ്ങനെയാണ് മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ f of x into f of y ആൻസർ കിട്ടിയത്. അപ്പൊ നമ്മൾ നോക്കാം, ഈ തന്നിരിക്കുന്ന ഒറിജിനൽ ക്വസ്റ്റ്യനിൽ എക്സ് കിടക്കുന്നതിനെല്ലാം പകരം ഇവിടെ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ? എക്സ് പ്ലസ് വൈ വന്നില്ലേ? അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറിൽ എക്സിനെല്ലാം പകരം എക്സ് പ്ലസ് വൈ കിട്ടി. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇവിടെ ആ ട്രിഗ്നോമെട്രിയുടെ രണ്ട് ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. സൈൻ എക്സ് പ്ലസ് വൈയുടെയും കോസ് എക്സ് പ്ലസ് വൈയുടെയും ഇക്വേഷൻ എന്തായിരുന്നു? സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആൻഡ് കോസ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ആ ഇക്വേഷൻ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അതുപോലെ പ്രീവിയസ് ഇയർ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എയും തന്നിട്ടുണ്ട്, ഐ എന്ന് പറയുന്ന ഐഡന്റിറ്റി മെട്രിക്സ് 1001 തന്നിട്ടുണ്ട്. എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് 2i ആണ്. എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് 2i. അങ്ങനെയാണെങ്കിൽ ആ കെ എന്ന് പറയുന്ന വാല്യൂ എത്ര വരും എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ എ സ്ക്വയർ എടുക്കാം.
3 minus 2, 4 minus 2 into 3 minus 2, 4 minus 2. ഒരിക്കലും ഒരു എ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആ എ എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെന്റുകളെ വെറുതെ സ്ക്വയർ ചെയ്ത് വെക്കരുത്, തെറ്റാണ്. എ സ്ക്വയർ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എ തന്നെ 2 ടൈംസ് എഴുതിയിട്ട് എ ഇൻറ്റു എ, കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ കൊടുക്കണം. അല്ലാതെ ഇതിനെ സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ 9, 4, 16, 4 എന്ന് എഴുതിയാൽ ആൻസർ തെറ്റും. അപ്പൊ അത് ഈ കണ്ടീഷൻ നമുക്ക് ട്രൂ ആകത്തുമില്ല. അപ്പൊ അതുകൊണ്ട് എ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഏതൊരു മെട്രിക്സിന്റെയും സ്ക്വയർ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആ മെട്രിക്സ് നമ്മൾ 2 ടൈംസ് ഇതുപോലെ എഴുതുക. സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം. അപ്പൊ 3 into 3 9 minus 2 into 4 minus 8. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം minus 6 plus 4. സെക്കൻഡ് റോ വിത്ത് ഫസ്റ്റ് കോളം 12 minus 8. സെക്കൻഡ് റോ വിത്ത് സെക്കൻഡ് കോളം minus 8 plus 4. So that's equal to 9 minus 8, 1, minus 6 plus 4, minus 2, 12 minus 8, 4, and this one is minus 4. This is a square. Then what is KA? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ കെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് 3k minus 2k, 4k minus 2k, then 2i. I is the identity matrix 1001. ഇങ്ങനെ വരുന്ന കേസിൽ ചിലപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് തന്നിട്ടുണ്ടാവണമെന്നില്ല ഇത്. അപ്പൊ നമ്മൾ അവിടെ എഴുതണം. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ ഏതൊക്കെ ഓർഡർ പഠിക്കുന്നുണ്ടായിരുന്നു? ഓർഡർ 2 പഠിക്കുന്നുണ്ട്, 3 പഠിക്കുന്നുണ്ട്. ഇത് ഓർഡർ 2 ആണ് 1001 വരുന്നത്. ഓർഡർ 3 വരുമ്പോൾ ഏതായിരുന്നു ഐഡന്റിറ്റി മെട്രിക്സ്? 100, 010, 001. അപ്പൊ ഏതാണോ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന എ ഓർ ബി അതിനനുസരിച്ച് എന്ത് സെലക്ട് ചെയ്യണം? നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ ഓൾറെഡി അതിനകത്ത് തന്നിട്ടുണ്ട്. തന്നിട്ടില്ലായിരുന്നെങ്കിൽ 2x2 ഓർഡറിലുള്ള എടുക്കുക. അപ്പോ ഇത് 2002 എന്ന് കൊടുത്തു, 2i. ഇനി അത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം. KA minus 2i. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്നാ പഠിച്ചിരിക്കുന്നത്? അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റുകൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമുക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പൊ 3k minus 2, 3k minus 2, minus 2k minus 0, 4k minus 0, minus 2k minus 2. ഈ തന്നിരിക്കുന്ന KA minus 2i ആരുമായിട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മളോട് എ സ്ക്വയറുമായിട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? എല്ലാം കെയുടെ ടൈമിലായതുകൊണ്ട് ഏതെങ്കിലും ഒരു ടേം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ടേം മാത്രം എടുത്താൽ 3k minus 2 equal to 1 or 3k equal to 3. So we get k is equal to എത്രയാന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഏതെടുത്ത് ഇക്വേറ്റ് ചെയ്താലും കിട്ടും കേട്ടോ. ഇത് കണ്ടോ, minus 2k equal to minus 2 ഇക്വേറ്റ് ചെയ്യാം. അപ്പോഴും k is equal to minus 2/2. അതിന്റെ ആൻസർ എത്രയാന്ന് കിട്ടും? നമുക്ക് k is equal to 1 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ പലതവണ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സാധാരണ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് എ ഇസ് ഈക്വൽ ടു, നമുക്കൊരു മെട്രിക്സ് എന്നിട്ട് പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. 3 1 minus 1 2 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. എന്നിട്ട് നമ്മളോട് പറയും എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈക്വൽ ടു 0. ഇത് മെട്രിക്സിന്റെ ചാപ്റ്ററിനകത്തുണ്ട്. അടുത്ത ചാപ്റ്റർ നമ്മൾ ഡിറ്റർമിനന്റ് പറയുമ്പോഴും ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അവിടെ വെരിഫിക്കേഷൻ വരുന്നുണ്ട്. എന്താണ്? എ ഇസ് ഈക്വൽ ടു 3 1 minus 1 2. വെരിഫൈ ദാറ്റ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കും. എത്ര എ സ്ക്വയർ? 3 1 minus 1 2 into 3 1 minus 1 2. ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് സ്ക്വയർ ചെയ്യാം. എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് റോ വിത്ത് ഫസ്റ്റ് കോളം 3 into 3 9 minus 1. ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം 3 into 1 3 plus 2. അടുത്ത സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും -3 minus 2. സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും -1 plus 4.
So we get a square is equal to 8, 5 minus 5, 3. Then 5a. 5a means a എന്ന് പറയുന്ന മെട്രിക്സിന്റെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? a എന്ന് പറയുന്ന മെട്രിക്സിനെ എല്ലാ എലമെന്റിനെയും നമ്മൾ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ് ഈസ് 15, 5 minus 5, 10. Then last number 7i. അപ്പൊ ഇവിടെ ഐ തന്നിട്ടില്ല. എ തന്നിരിക്കുന്നത് ഏത് ഓർഡറിലാണ്? 2/2 ഓർഡർ ആയതുകൊണ്ട് 2/2 ഓർഡറുള്ള ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കാം. അപ്പോൾ എന്താണ്? 1 0 0 1 7 0 0 7 എന്ന് കിട്ടും. ഇനി ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ദാ നമ്മുടെ ഇക്വേഷനിലോട്ട് കൊടുക്കാം. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈക്വൽ ടു വാട്ട് ഈസ് എ സ്ക്വയർ 8 5 minus 5 3 minus 5a 15 5 minus 5 10 plus 7i 7 0 0 7. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റുകൾ നമ്മൾ ആഡ് ചെയ്ത് മൈനസ് ചെയ്ത് ഒറ്റയടിക്ക് ചെയ്തു പോയാൽ മതി. 8 minus 15 minus 7 plus 7 0. 5 minus 5 0 plus 0 0 minus 5 minus 5 അപ്പൊ minus 5 plus 5 0. അപ്പൊ വീണ്ടും ഇത് 0. അടുത്തത് 3 minus 10 minus 7 plus 7 അപ്പൊ 0. ആൻസർ എന്തായിട്ട് കിട്ടിയിരിക്കുന്നു? 0. അപ്പൊ ഈ ചെയ്ത കാൽക്കുലേഷനിൽ എവിടെയെങ്കിലും ഒരു മൈനസോ പ്ലസോ തെറ്റിയാൽ എവിടെ എത്തത്തില്ല? നമ്മൾ ഈ പറയുന്ന ആൻസറിലോട്ട് എത്തില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ എ സ്ക്വയർ മൈനസ് 5a പ്ലസ്, ഇത് നമ്പറുകളൊക്കെ മാറി ചോദിക്കാം കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ ബോർഡ് എക്സാമിന് ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് നമുക്ക് അടുത്ത ചാപ്റ്ററിലാണ് നമ്മൾ ഇൻവേഴ്സ് പറയുന്നത്. ഞാൻ അത് ഈ കൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പൊ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പറയുകയാണ്. എ ഈസ് ഈക്വൽ ടു 3 1 minus 1 2 വെരിഫൈ ദാറ്റ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈസ് ഈക്വൽ ടു 0 ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എന്നാണ് നമുക്ക് അതിന്റെ മീനിങ്. അപ്പൊ ആ ഇക്വേഷൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ വേറെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഈക്വൽ ടു 0 അത് ഉപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഈ ഇക്വേഷന് ത്രൂ ഔട്ട് ഒരു എ ഇൻവേഴ്സ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് എത്ര വരും? എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് 5a എ ഇൻവേഴ്സ് 7i എ ഇൻവേഴ്സ് ഈക്വൽ ടു 0. എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് a raised to 2 minus 1 minus 5. ഏതൊരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് അവിടെ i കിട്ടും പ്ലസ് 7. ഏതൊരു ഐഡന്റിറ്റി മെട്രിക്സും ആരുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നോ ആ സെയിം ആൻസർ ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പോൾ 7a ഇൻവേഴ്സ് ഈക്വൽ ടു 5i മൈനസ് a or a inverse is equal to 1/7 5i minus a എന്ന് കിട്ടും. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. കാരണം എ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓൾറെഡി ഒരു ഗിവൺ മെട്രിക്സ് ഉണ്ട്. ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഇതിപ്പോ ഞാൻ പറഞ്ഞതിന്റെ കാര്യം നമ്മൾ അടുത്ത ചാപ്റ്ററായ ഡിറ്റർമിനന്റ് വരുമ്പോൾ അവിടെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ടല്ലോ. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/determinant ഇൻറ്റു അഡ്ജോയിന്റ്, ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7a ഈസ് ഈക്വൽ ടു 0 എന്ന് വെരിഫൈ ചെയ്തിട്ട് ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ചെയ്യേണ്ടത്. അത് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ ചെയ്യണം എന്നാണ് അവിടെ തിയറി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലും കൂടെ നിങ്ങൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പഠിക്കണം. ആ ഇക്വേഷൻ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ അത്രയും കാര്യം ചെയ്യാനായിട്ട് പഠിക്കാം. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മളൊരു എൻട്രൻസ് ലെവലിലോട്ട് നമ്മൾ പോയാൽ, ഇപ്പൊ നമ്മുടെ ഇത് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പറയുന്നു, എന്നിരുന്നാലും നമ്മൾ ഓർത്തിരിക്കേണ്ട ചെറിയൊരു പോയിന്റ് കൂടി ഒന്ന് പറയാം. നമ്മളൊരു സ്ക്വയർ മെട്രിക്സ്, ഇപ്പൊ ഇവിടെ ഒരു സ്ക്വയർ മെട്രിക്സ് നമ്മൾ പറയുന്നു. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ തന്നെ എടുത്ത മെട്രിക്സ് എടുക്കാം. 3 1 മൈനസ് 1 2. അപ്പൊ ഈ സ്ക്വയർ മെട്രിക്സിന്റെ ഈ ഡയഗണൽ എലമെന്റ്സിലെ ഈ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ട്രേസ് എന്ന് വിളിക്കും കേട്ടോ.
ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത്, അപ്പൊ ഈ എക്സാമ്പിളില് ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആ 3യും 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ട്രേസ്. അപ്പൊ നമുക്ക് ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും ആ സ്ക്വയർ മെട്രിക്സ് ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ ഈക്വൽ ടു 0. ഏതൊരു സെക്കൻഡ് ഡിഗ്രി, ഏതൊരു 2/2 മെട്രിക്സും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഉറപ്പാണ്. അത് ഏതാണ് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്? എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇത് വെച്ചിട്ട് ഈ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റില്ലേ? നോക്കിയേ, എ സ്ക്വയർ മൈനസ് ട്രേസ് എന്ന് പറഞ്ഞാൽ 3 + 2 5a, ട്രേസ് കഴിഞ്ഞിട്ട് ഒരു എ കൊടുത്തു, പ്ലസ് ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് എങ്ങനെയാ? 3 × 2 6 -1. അപ്പൊ 7 വന്നില്ലേ? 7i = 0. ഈ വെരിഫിക്കേഷൻ ആയി. പക്ഷെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനോ ഒരു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് ഈ ട്രേസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇപ്പൊ നമ്മളോടൊരു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, കുറെ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏത് ഓപ്ഷനാണ് റൈറ്റ് ആകുന്നത്? അപ്പൊ ചിലപ്പോൾ എ സ്ക്വയർ മൈനസ് 5a + 7a = 0, എ സ്ക്വയർ പ്ലസ് 5a + 7a = 0, എ സ്ക്വയർ മൈനസ് 5a മൈനസ് 7a = 0. ഇങ്ങനെ കണ്ടാൽ ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഒരു 4 ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒറ്റ നോട്ടത്തിന് നമുക്ക് ആ ഓപ്ഷൻ അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ അവിടെ ടൈം മാനേജ് ചെയ്യുന്നത്, ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്സുകളൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം, ഏതൊരു 2/2 മെട്രിക്സ് എടുത്താലും അത് ഏത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും? എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു 0. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. എന്നാൽ നമ്മളോട് പ്രോബ്ലം ചോദിക്കുമ്പോൾ അത് എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ വേണം ആൻസർ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഇത്രയാണുള്ളത്. മെട്രിക്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പൊ ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയുമായിട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകുന്നത്. അപ്പോൾ അതിന്റെ ആ പോസിബിൾ ആയെങ്കിൽ അതിന് കിട്ടുന്ന ആൻസർ ഏത് നമ്പർ എടുത്താൽ മതി? ആദ്യത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോയും രണ്ടാമത്തെ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളവും ആയിരിക്കും അതിന്റെ ഓർഡർ. അപ്പൊ a × b പോസിബിൾ ആകുന്ന എല്ലാ കേസിലും b × a പോസിബിൾ ആവണമെന്നില്ല. ഇനി പോസിബിൾ ആയാൽ കൂടെ അത് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. AB ≠ BA ആണ്. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല, എന്നാൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പഠിക്കുന്നത്. ബാക്കി ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.